ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വന്നിട്ടുള്ളൊരു ബൂന്തി ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിന് വേണ്ടിയിട്ട് 250 ml കപ്പിന് കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മിക്സിയുടെ ജാറും. നമ്മളിത് കടലമാവ് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് ഈ ബാറ്റർ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ പൊടിയിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്താലും മതി. അപ്പോൾ അരിച്ചെടുക്കുന്നതിന് പകരം നമുക്ക് മിക്സിയിലിട്ടിട്ട് എടുക്കാം. പിന്നെ നമ്മൾ കളറിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇപ്പം ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കൊരു നുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം. നമ്മളൊരു ദോശമാവിൻ്റെ പരുവാണ് ഈ മാവിന് വേണ്ടത്. നല്ല ലൂസാവാൻ പാടില്ല ബാറ്റർ. അപ്പം നമുക്ക് ബൂന്തി ഉണ്ടാക്കുമ്പോൾ ശരിയായിട്ട് വരില്ല. അപ്പോൾ ഇതുപോലെ ഇത്ര ഒരു തിക്കിൽ വേണം ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടി ഒരു ചെറിയ ചീനച്ചട്ടി വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ ഒരു അരിപ്പത്തട്ടിലേക്കാണ് ഈ മാവ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ മാവ് നല്ലപോലെ ആണെങ്കിൽ നമ്മളെ ബൂന്തി നന്നായിട്ട് റെഡിയായിട്ട് അതിലേക്ക് വീണുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ബാറ്റർ ലൂസാണെങ്കിൽ അത്ര ഇതായിട്ട് വീഴില്ല. അപ്പോൾ കുറച്ചും കൂടെ മാവ് ചേർത്തിട്ട് മിക്സ് ചെയ്താൽ മതി. അതിൽ നിറയെ നമുക്ക് കുറേ ഇട്ട് കൊടുക്കാം കേട്ടോ. മാവ് ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒരുപാട് വീണോളും. അങ്ങനെ ഒരു 2 പ്രാവശ്യത്തേനുള്ള മാവേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. വളരെ പെട്ടെന്ന് നമുക്കിത് ലഡു തയ്യാറാക്കാം. അത് ഇട്ട് 1-2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റണം. അപ്പോൾ ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. ഒന്ന് ബ്രൗൺ കളർ ആവാനൊന്നും നിൽക്കണ്ട. അത് തൊട്ടാലൊന്ന് ഞങ്ങളുടെ പരുവത്തിൽ തന്നെ നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റണം. അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാതും ചെയ്തെടുക്കാം. നമ്മൾ കുറേ നേരം ഇട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായി പോകും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് കോരി മാറ്റണത്. ഇത് ഞാൻ ഇപ്പോൾ എല്ലാതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പകുതി എടുത്തിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കുക. അപ്പോഴേ നമുക്ക് ലഡു പിടിക്കുമ്പോൾ നല്ല ഷേപ്പിൽ കിട്ടുള്ളൂ. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലോട്ട് അതിൻ്റെ പകുതി എടുത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ പകുതി. ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാര സിറപ്പാണ്. അതിനുവേണ്ടി നമ്മൾ ഏതിലാണോ പഞ്ചസാര മാവ് എടുക്കണേ ആ സെയിം അളവിൽ തന്നെ പഞ്ചസാരയും നമുക്ക് എടുക്കണം. അപ്പോൾ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആ വെള്ളത്തിലോട്ട് നമ്മൾ കടലമാവ് എടുത്തിട്ടുള്ള അതേ സെയിം അളവിൽ തന്നെ പഞ്ചസാര ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. പഞ്ചസാര ഒന്ന് നന്നായിട്ട് അലിഞ്ഞാൽ മതി. മറ്റേ നൂൽപ്പരുവോ അങ്ങനെയൊന്നും നോക്കണ്ട. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞാൽ മതി. പിന്നെ നമ്മൾ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ടേസ്റ്റിന് വേണ്ടി. ഇപ്പം എൻ്റെ അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ 1-2 ഏലക്ക പൊടിച്ചിങ്ങനെ ഇട്ടിട്ടുള്ളൂ. ഏലക്കാപ്പൊടി ഉണ്ടെങ്കിലും ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ പൊടിച്ചതിലേക്ക് ചൂടോടുകൂടി തന്നെ നമ്മൾ ഈ ബൂന്തി അതിലേക്ക് ചേർത്ത് കൊടുക്കണം. നല്ല ചൂടുണ്ടാവണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ കുറച്ച് വെള്ളം പോലെയൊക്കെ നമുക്ക് തോന്നും, പക്ഷെ അത് കുഴപ്പമില്ല. നമ്മൾ ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ ഇത് ലഡു പിടിക്കാൻ നോക്കുള്ളൂ. അപ്പോൾ ആ ബൂന്തിയിലോട്ട് എല്ലാതും പിടിച്ചിട്ടുണ്ടാവും സിറപ്പെല്ലാം. പിന്നെ നമ്മൾ ലഡുവിൻ്റെ മേളിൽ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുന്തിരി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നെയ്യിൽ. ആ നെയ്യ് നമ്മൾ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ബൂന്തിയുടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഇനി നമ്മളിത് ഒന്ന് ചൂടാറിയുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ ചെറിയ ഉരുളകളാക്കി ഇങ്ങനെ എടുക്കുക. ആദ്യം ഒന്ന് ഉരുട്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ട് പിന്നെ ഒന്ന് കൈ കഴുകിയിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഓരോ ഉരുള ഉരുട്ടിയിട്ട് അതിന് മേലെ മുന്തിരി വെച്ച് കൊടുത്തിട്ട് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ ഇതുപോലെ ഞാൻ കൈ കഴുകി ഇങ്ങനെ മുന്തിരി അതിന് മേലെ വെക്കുക. എന്നിട്ട് നന്നായിട്ട് ഉരുട്ടി കൊടുക്കുക. മറ്റേ കൈ കഴുകി ആകെ ഒട്ടിപ്പോവും. നമ്മളെ കയ്യിലാകെ നന്നായിട്ട് ഒട്ടും. അതുകൊണ്ടാണ്. ഇപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് ലഡു നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. Thank you for watching this video.